അർജുനോട് പറയുന്നു, എന്നാൽ അർജുൻ നീ വിഷമിക്കണ്ട, നീ ദൈവികമായ ഗുണത്തോട് ജനിച്ചവനാകുന്നു. അപ്പോൾ ഈ യുദ്ധത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന അർജുൻ്റെ അടുത്ത് ഭഗവാൻ ആ ദേവാസുര ഭാവങ്ങൾ, ദൈവിക ഗുണം എന്താണ്, ആസുരിക ഗുണം എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം ഭഗവാനില്ല, അല്ലെ? യുദ്ധം ചെയ്യൂ എന്ന് പറയേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭഗവാൻ അർജുനെ സംബന്ധിച്ചിടത്തോളം ഇത്ര ദൈവിക ക്വാളിറ്റീസ് ഉള്ള അർജുൻ ഇതൊന്നും പറയേണ്ട, അതായത് ഭഗവത്ഗീത വായിക്കുന്ന, പ്രത്യേകിച്ചും കലിയുഗത്തില് ഭഗവത്ഗീത വായിക്കുന്നവർക്ക് വേണ്ടി അതെല്ലാം കൂടുതൽ പ്രയോജനപ്പെടുന്നത്. അപ്പോൾ എന്നിട്ട് ഭഗവാൻ പറയാണ്, ദൈവിക ഗുണമുള്ളവർക്ക് എന്താണ് അവർക്ക് കിട്ടുന്ന പ്രയോജനം എന്താണ്? ദൈവിക ഗുണമുള്ളവർക്ക് മോക്ഷം, അത് അവർക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാവുന്നു. മറിച്ച് ആസുരിക ഗുണമുള്ളവർക്ക് ബന്ധനത്തിൽ വീണ്ടും വീണ്ടും. അതെങ്ങനെയാണ്? ഭഗവാൻ പറയാണ്, ഈ ആസുരിക ഗുണമുള്ളവർ എപ്പോഴും ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചം, അതായത് നമുക്കറിയാം പ്രപഞ്ചം ഒരുപാട് ബ്രഹ്മാണ്ടങ്ങളുണ്ട്. അങ്ങനെ ഈ പ്രപഞ്ചം അടിസ്ഥാനരഹിതമെന്ന് അവർ പറയും. അതായത് ആസുരിക ഗുണമുള്ളവർ, ഭഗവാൻ തന്നെ പറയാണ്, പ്രപഞ്ചം